ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. കഴിഞ്ഞ 35 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1, 2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നും അല്പമായ ദൈവിക ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഞാനിന്ന് വായിക്കുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ സഭയുടെ ഉള്ള അവസ്ഥ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളത് ശ്രദ്ധിക്കുകയുണ്ടായി. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഇപ്പോൾ ആ സർദീസ് സഭയുടെ അവസ്ഥ ഇതാണ്. ഇത് സഭാകാന്തനായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ ആ സഭയുടെ ഉള്ള അവസ്ഥയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ താഴെ അവരോട് ഉള്ള ബന്ധത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകി കൊടുക്കുന്നതാണ് ഈ 2-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ വാക്യം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നാം വായിക്കുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. അപ്പോൾ മരിച്ച സഭയാണെന്ന് 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ആ മരിച്ച സഭയിലും ചില ജീവനുള്ള ചിലർ ഉണ്ട്, ചില വിശ്വാസികളുണ്ട്. അവർ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പായിട്ട് ഈ 2-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 2-ാം വാക്യത്തിൽ എടുത്തു പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉണർന്നുകൊള്ളുക. 2, ശക്തീകരിക്കുക എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഉണർന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ ഇന്ന് വിശ്വാസഗോളത്തിൽ വളരെ സുപരിചിതമായ ഒരു പദപ്രയോഗമാണ് ഉണർവ് എന്നുള്ളത്. ഉണർവിന് വേണ്ടി യോഗങ്ങൾ തന്നെ സംഘാടകർ അല്ലെ സഭാവിശ്വാസികൾ ക്രമീകരിക്കാറുണ്ട്. ആ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ താളമേളങ്ങളോട് കൂടിയ പാട്ടുകളും അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളുമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒടുവിൽ, ആ മീറ്റിങ്ങിൻ്റെ ഒടുവിലായിട്ട് വിശ്വാസികൾ പറഞ്ഞു കേൾക്കാറുള്ളത്, ഇന്നത്തെ യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട യോഗമായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഉണർവിനെക്കുറിച്ചല്ല. അവർ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ സമൂഹം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉണർവുള്ളവരായിട്ട് അവരതിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായിട്ട് തീരണം. അതാണ് സഭാകാന്തൻ ആഗ്രഹിക്കുന്നത്. അവരുണരണം. നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ
നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ ഓർപ്പിച്ച കാര്യം, അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ ഉറങ്ങുകയാണ്. അവരുറങ്ങുന്നത് മരിച്ചവരുടെ ഇടയിൽ കിടന്നാണ്. അപ്പോൾ മരിച്ചവരാരാ, ഉറങ്ങുന്നവരാരാ എന്ന് ആർക്കും മനസ്സിലാക്കുകയില്ല. ഇന്ന് അതേ അവസ്ഥയിലാണ് വിശ്വാസ സമൂഹം ആയിരിക്കുന്നത്. എന്നാൽ അവരോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ മധ്യത്തിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ കിടക്കേണ്ടവരല്ല, നിങ്ങൾ അവരുടെ മധ്യത്തിൽ നിന്നും ഉണരണം, എന്നാൽ മാത്രമേ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കുകയുള്ളൂ. ഈ സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവർ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ഇന്ന് മരണത്തിലേക്ക് ആ സഭ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ? ദുഃഖിപ്പിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു വിശ്വാസിയിൽ പ്രവർത്തിപ്പാൻ സാധിക്കുകയില്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം അവന് നൽകിയിരിക്കുന്ന ആദ്യ ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 1 തെസ്സലോനിക്കർ 5:19 നമ്മൾ വായിക്കുന്നു, ആത്മാവിനെ കെടുക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം ഇത് വളരെ ജാഗ്രതയോടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഉണർന്നുകൊള്ളുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന്. ആസന്ന മരണത്തിലേക്ക് പ്രവേശിക്കുന്ന, അതിലേക്ക് കടന്നു പോകുന്ന ചില വിശ്വാസികൾ, അവർക്ക് ജീവനുണ്ട്, എന്നാൽ അവരെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, അവരെ ശക്തീകരിക്കണം. അതാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് സഭയുടെ നേതൃത്വത്തോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സഭാ നേതൃത്വത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:28 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. ഇവിടെ ദുരുപദേഷ്ടാക്കൾ ഇതിനകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചു കൊള്ളണം. വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്, 2 കൊരിന്ത്യർ 11:28 ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഉത്തരവാദിത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നു, എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ച് ഉള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. സഭാ നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം വിശ്വാസികളെ ശക്തീകരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ ഉണർത്തപ്പെടേണ്ടത്, അവരെ ഉണർത്തേണ്ടത് നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ നിലയിലാണ് ഉത്തരവാദിത്വം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആ നിലയിൽ വരും ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് മരിച്ച അവസ്ഥയിലേക്ക് പോകാതെ മരണത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ശക്തി പ്രാപിച്ച് നാം കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് തീരണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല.
സഭയോടുള്ള ബന്ധത്തിൽ, സഭാ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഓർപ്പിക്കുവാനുള്ള കാര്യം ഇതാണ്: ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതാണ് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെ ദൈവാത്മാവ് അത് ഓർപ്പിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കി കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ നാം കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് തീരണം. വിശ്വാസികൾ ശക്തരായിട്ട് തീരണം. ആ നിലയിൽ വരും ദിവസങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ.